അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ പേര് അനസ് എന്നാണ്. ചില ആൾക്കാരൊക്കെ ചിലപ്പോൾ എന്നെ എവിടെയെങ്കിലുമൊക്കെ കണ്ടു പരിചയം ഉണ്ടാവും, ചില ആൾക്കാർക്ക് ഉണ്ടാവുകയില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേരിട്ട് പരിചയമില്ലാത്ത ഒരു മഹാൻ, എന്നാൽ എൻ്റെ ജീവിതത്തിൽ പല ആവർത്തി എൻ്റെ ഉപ്പയിൽ നിന്ന് ഞാൻ കേട്ട ഒരു പേര്, അതാണ് ബഹുമാനപ്പെട്ട കോയ ഉസ്താദ്. ഒരുപാട് തവണ നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മളൊക്കെ തിരുത്തേണ്ട സമയം വരുന്ന സമയത്തൊക്കെ വാപ്പ പറയാറുള്ളൊരു പേരാണ് കോയ ഉസ്താദ് എന്നുള്ളത്. കോയ ഉസ്താദ് അങ്ങനെയായിരുന്നു, കോയ ഉസ്താദ് ഇങ്ങനെയായിരുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മളെയൊക്കെ തിരുത്തുക. എൻ്റെ ഉപ്പാനെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, അബ്ദുള്ള കുട്ടി ഫൈസി ചന്തലോട് എന്ന് പറയും. അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉസ്താദുമാർ കാണിച്ച ഇഖ്ലാസിൻ്റെ ഒരു വഴിയുണ്ട്. ആ വഴി മുറുകെ പിടിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. നമ്മൾ ശരിക്കും ഒന്ന് മനസ്സിരുത്തി ആലോചിച്ച് നോക്കുക. നമ്മളൊക്കെ ഈ ലോകത്ത് ശരിക്കും അഭിനയത്തിൻ്റെ ലോകത്താണ് ജീവിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഭാര്യൻ്റെ മുമ്പിൽ നല്ല ഭർത്താവായിട്ടും, ശിഷ്യൻ്റെ മുമ്പിൽ നല്ല ഉസ്താദായിട്ടും, ഉസ്താദിൻ്റെ മുമ്പിൽ നല്ല ശിഷ്യനായിട്ടും, ഇങ്ങനെ അഭിനയ പാത്രങ്ങളായിട്ട് ജീവിക്കുന്നതിൻ്റെ തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ അഭിനയിച്ച് ജീവിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഇഖ്ലാസ് എടുക്കപ്പെട്ടു പോയി. അഭിനയങ്ങളുണ്ടാവും, ഇഖ്ലാസ് ഉണ്ടാവില്ല. ഈ കോയ ഉസ്താദിൻ്റെയൊക്കെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത്, അഭിനയമില്ലാതിരുന്നപ്പം ഇഖ്ലാസ് വർദ്ധിച്ചു എന്നുള്ളതാണ്. കാരണം ഒരു ഹക്ക് ആരോടും തുറന്നു പറയാൻ ഒരു പേടിയുമില്ലായിരുന്നു. ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ച ഒരു വാക്കാണ്, അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ ജനങ്ങളെ പേടിക്കരുത്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനെ പേടിക്കാം. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും നമ്മുടെ കൽവിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. കോയ ഉസ്താദിനെ കുറിച്ച് ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ, പഠിച്ചപ്പോൾ, ഉസ്താദിൻ്റെ മോനിൽ നിന്നും അതേപോലെ തന്നെ എൻ്റെ ഉപ്പൻ്റെ അടുത്ത് നിന്നൊക്കെ ഞാൻ കേട്ട ഒരു കാര്യമുണ്ട്. കുറച്ച് മുമ്പ് ഉപ്പ രസകരമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, കോയ ഉസ്താദ് പൈസക്കാരനെയും പാവപ്പെട്ടവനെയും വേർതിരിച്ച് കാണുന്നൊരു കൽബല്ല എന്നുള്ളത് കോയ ഉസ്താദിൻ്റെ കൽബ്. അതൊരു മനുഷ്യനുണ്ടാവേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണത്. അത് റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാലും കാണാം. കാരണം റസൂലുള്ളാഹിനെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവിടുന്ന് ആഖിറത്തിൽ പാവപ്പെട്ടവരുടെ കൂടിയായിരുന്നു, ദുനിയാവൊന്നും അങ്ങനെ തന്നെയായിരുന്നു, ആഖിറത്തും അങ്ങനെ തന്നെയാണെന്ന്. അതേ ഒരു ജീവിത ശൈലി ഞങ്ങൾക്ക് കോയ ഉസ്താദിലും കാണാൻ പറ്റും. എൻ്റെ ഉപ്പ എന്ന് പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. ഉപ്പ രസകരമായിട്ട് പറഞ്ഞതാണ്, ആരെയും കുറ്റപ്പെടുത്താനൊന്നുമല്ല. ഇപ്പോൾ നമ്മളെയൊക്കെ ഇപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെയുള്ള ചില പണ്ഡിതന്മാർ, ചില ആൾക്കാർ ഈ പ്രസംഗങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസക്കാരെ വീട്ടിൽ മാത്രമേ പോയി ഭക്ഷണം കഴിക്കുള്ളൂ. അത് തെറ്റാണെന്നല്ല, എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ പാവപ്പെട്ടവൻ്റെ വീട്ടിലും കൂടെ പോയിട്ട് ഭക്ഷണം കഴിക്കണം. അത് അവർക്കൊരു സന്തോഷമാണ്. നമ്മളെ ഉദ്ദേശം ഭക്ഷണം കഴിച്ച് വിശപ്പ് മാറ്റുക എന്നുള്ളതാണ്. അതിപ്പം പാവപ്പെട്ടവൻ്റെ വീട്ടിലായാലും നമ്മളെ കാര്യം നടക്കും. അപ്പോൾ പിന്നെ അയാളെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് ദുനിയാവിലേക്ക് വലിയ മംഫഅത്തില്ലെങ്കിലും ആഖിറത്തിൽ അത് വലിയ മംഫഅത്തുള്ള കാര്യമാണ്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അറിവ് ഉണ്ടായതുകൊണ്ട്, അതിപ്പോൾ ദീനിയായിട്ടുള്ള ഇൽമായാലും ഇനി ഭൗതികമായിട്ടുള്ള ഇൽമായാലും, അറിവ് എന്നതുകൊണ്ട് ഇഖ്ലാസ് ഉണ്ടാവണമെന്നില്ല, അറിവ് എന്നതുകൊണ്ട് തഖ്വ ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഈ അറിവിനെയും തഖ്വയെയും ഇഖ്ലാസിനെയൊക്കെ ഒരുമിച്ച് ഒരാൾ ജീവിതത്തിൽ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അയാളൊരു മഹാനായിരിക്കും. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് മഹാനായ കോയ ഉസ്താദ്. കാരണം അറിവ് എന്നുള്ളത് നമ്മൾ പഠിച്ചാൽ, അധ്വാനിച്ചാൽ കിട്ടുന്ന സംഗതിയാണ്. അതിനിപ്പോൾ ഒരാൾ ഇരുന്ന് കിതാബ് ഓതി കഴിഞ്ഞാൽ പഠിച്ചവന് എനിക്ക് ഇൽമ കൊടുക്കും. അതേസമയത്ത് ഇഖ്ലാസ് എന്നുള്ളത് അല്ലെങ്കിൽ തഖ്വ എന്നുള്ളത്, അത് ഈ പഠിച്ച സംഗതികൾ നല്ല നീയത്തോടെ ജീവിതത്തിലേക്ക് പകർത്തുമ്പോൾ ഉണ്ടാവുന്ന റിസൾട്ടാണ് തഖ്വയും ഇഖ്ലാസും. അതിങ്ങനെ പണിയെടുത്താൽ കിട്ടുന്നൊരു സംഗതി അല്ല. അത് നമ്മളെ ഈ ഇഖ്ലാസും തഖ്വയും നമ്മളെ ഖൽബുമായി ബന്ധപ്പെട്ടതാണ്, നമ്മളെ നീയത്തുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ദുന്യവിയായിട്ടുള്ള ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള മംഫഅത്ത് പ്രതീക്ഷിച്ചിട്ടുള്ള എന്തെങ്കിലും ചെയ്തികളോ പ്രവൃത്തികളോ ഒന്നും മതിയാകൂല. അതിന് അള്ളാഹുവും റസൂലും ആയിട്ടുള്ള ആ ഒരു അഭേദ്യമായ ബന്ധത്തിൽ നിന്ന് തുടങ്ങി അങ്ങനെ ജീവിച്ചു പോകുമ്പോൾ നമ്മളിലേക്ക് വരുന്ന ഒരു സംഗതിയാണ് തഖ്വ, ഇഖ്ലാസ് എന്നുള്ളത്. അതൊക്കെ ഈ പറഞ്ഞ മഹാനായ കോയ ഉസ്താദിൻ്റെ ജീവിതത്തിൽ ശരിയായ രൂപത്തിലുണ്ട് എന്ന് എൻ്റെ ഉപ്പ പറഞ്ഞായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ഉപ്പ കോയ ഉസ്താദിനെ കുറിച്ച് വലിയ എന്നാണ് പറയുക. കോയ ഉസ്താദ് ഒരു വലിയായിരുന്നു. അപ്പോൾ അവസാനമായിട്ട് ഞാൻ പറയുന്നത്, കോയ ഉസ്താദിനൊക്കെ പോലെയുള്ള മഹാന്മാരുടെ ഹക്ക് കൊണ്ട്, മദദ് കൊണ്ട് അള്ളാഹു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇഖ്ലാസ് തരട്ടെ, തഖ്വ തരട്ടെ. തഖ്വയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം ജീവിച്ചു തീർക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. വഫഖന അല്ലാഹു ബിത്തൗഫീഖ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.